തമ്പിസാറിൻ്റെ തന്നെ ശ്രീമാരൻ തമ്പിസാറിൻ്റെ തന്നെ ഈ വേനലൊരു മഴയ്ക്ക് മുമ്പ് തന്നെ ഏതോ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ക്ലാസ് ലെവലിലുള്ള ഒരു സന്യാസിയുടെ വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം അത് കൊടുക്കാൻ തമ്പിസാറിൻ്റെ ഒരു ധൈര്യവും അത് ചെയ്യാനുള്ള ജയൻ ചേട്ടൻ്റെ ഒരു ഇഷ്ടവും അത് രണ്ടും കൂടെ ആയപ്പോൾ വ്യത്യസ്തമായൊരു സിനിമ ഉണ്ടായി. നല്ല ഹിറ്റ് പാട്ടുകളുള്ള ചിത്രം. പിന്നെ അതിനു മുമ്പ് തന്നെ തമ്പിസാറ് ഇടിമുഴക്കം എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ഹീറോസ് വെച്ചിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ഹീറോ ജയൻ ചേട്ടനായിരുന്നു. അപ്പോൾ അങ്ങനെ തമ്പിസാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തമ്പിസാറിൻ്റെ പാട്ടുകളോട് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. കാരണം ആ ഒരു ബന്ധം, ഒരു സഹോദരതുല്യമായിട്ടുള്ള ബന്ധമാണ് ശ്രീമാരൻ തമ്പിസാറും ജയൻ ചേട്ടനായിട്ടുണ്ടായിരുന്നത്. മേരിലാൻഡ് എസ് കുമാർ അദ്ദേഹവും ജയൻ ചേട്ടനായിട്ടുണ്ടായിരുന്നു. ഞങ്ങളോടൊക്കെ നല്ല ഒരു ഇതാണ്. നമ്മുടെ ഒരു ബ്രദർ, നമ്മുടെ ചേട്ടൻ നിൽക്കുന്ന ആ ഒരു എഫക്റ്റിൽ അത്രയും സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിനോട് പറയാം. എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേനൊരു മഴയെ പിടിച്ച് അഭിനയിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു പുതിയ വെളിച്ചം എന്ന ചിത്രത്തിൽ ജഗദീഷ് കുമാർ പാട്ട് പാടുന്നു, ജയൻ ചേട്ടൻ വന്ന് നോക്കും, പിക്ക് പോക്കറ്റ് അടിക്കണം, കാര്യങ്ങളടിക്കും. അപ്പോൾ രണ്ടുപേരും റിയാക്ഷൻ എടുത്ത് അത് ചെന്നൈയിലുള്ള കുറച്ച് ജൂനിയേഴ്സ് ആയിരുന്നു കൊണ്ടുവന്നത്. അതിൻ്റെ റിയാക്ഷൻ നോക്കിക്കൊണ്ടുവന്നിട്ട് എൻ്റെ ബാബു ഒരു ഷോട്ട് കയറി നിൽക്കിട്ടെന്ന് ജയൻ ചേട്ടൻ നിർബന്ധിച്ചു. എന്നിട്ട് തമ്പിസാറിൻ്റെ എന്ന് പറഞ്ഞു, ഇത് ഈ ജൂനിയേഴ്സ് ചെയ്യുന്നത് ആ ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല, ബാബുവിനെ പിടിച്ച് നിർത്തിയ ഒരു ഷോട്ട്. ഞാൻ പറഞ്ഞു, ജയൻ ചേട്ടാ ഞാനൊരു നടനേ അല്ല, എനിക്ക് ക്യാമറ എനിക്ക് അഭിനയിക്കാൻ ഒരു ആഗ്രഹമില്ലാത്തതാണ്. ഇല്ല ബാബു മറ്റേ അതിൽ ഇതോടെ നിൽക്കുന്നത് എന്നെ പിടിച്ച് നിർബന്ധിച്ച് അതിനകത്തൊരു പാട്ട് ഞാൻ ഒരു ഷോട്ടുണ്ട്. എൻ്റെ പോക്കറ്റിൽ നിന്ന് പിക്ക് പോക്കറ്റ് എൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നതും ഞാൻ കണ്ണടിച്ച് കാണിക്കുന്നതും ഇതൊക്കെ. ഇത് കഴിഞ്ഞാൽ അങ്ങ് പുള്ളിക്കാരനായിട്ട് വന്ന് ഷെയ്ക്കാൻ്റെ തരണം എനിക്ക്. ഞാനെന്തോ ഒരു വലിയൊരു എന്തോ അത്ഭുതം കാണിച്ചെന്നുള്ള രീതിയിൽ ഓടി ജയൻ ചേട്ടൻ ഒന്ന് ഷെയ്ക്കാൻ്റെയൊക്കെ തന്നു. അത് അങ്ങനെ ആറാട്ട് കടവിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ജഗദീഷ് ശ്രീമാറും ഒരു ഡാൻസറും കൂടെ പാടുന്നത്. ജയമാല എന്നൊരു ആർട്ടിസ്റ്റാണത്. ജയൻ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകും. അത് ഇൻ്റർകട്ട് ജയൻ ചേട്ടനും ജയഭാരതി അവരും തമ്മിലുള്ള ഒരു ഡ്രീം ഇമാജിനേഷൻ കട്ടിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമല്ല എന്നെക്കുറിച്ച് നിർത്തേണ്ട. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് അതിനകത്ത്. ചില അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ശാന്തൻ, ഈ കൈലാസ്നാഥ്. പിന്നെ കൈലാസ്നാഥ് ഓൾറെഡി ആർട്ടിസ്റ്റാണ്. ഈ ശാന്തനൊക്കെ അതിനൊക്കെ അഭിനയം മോഹമുള്ളതാണ്. അതിനൊക്കെ ജയൻ ചേട്ടൻ പോയി തമ്പിസാറിൻ്റെ ഒക്കെ റെക്കമെൻഡ് ചെയ്യും, ആ സീനിൽ ശാന്തൻ അഭിനയിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു ഇൻവോൾവ്മെൻറ്റും എല്ലാവരോടും ഇഷ്ടമുള്ള, എന്നാൽ അതൊരു എന്താ പറയേണ്ടത്, ഒരു ഡയറക്ടറെ ഒരു ആർട്ടിസ്റ്റ്, അതായിരുന്നു ജയൻ ചേട്ടൻ.